വർദ്ധിക്കുമ്പോൾ പോലും എന്റെ സ്നേഹത്തിന് കുറ്റാരോപണമവർ പകരം നൽകുന്നു. നന്മയ്ക്ക് പകരം തിന്മയും സ്നേഹത്തിന് പകരം ദോഷവും അവർ എന്നോട് കാണിച്ചിരിക്കുന്നു. നീ അവനെ എതിർക്കുവാൻ ഒരു ദുഷ്ടനെ നിയമിക്കണമേ. എതിരാളി അവന്റെ വലതുഭാഗത്ത് നിൽക്കട്ടെ. അവനെ വിസ്തരിക്കുമ്പോൾ അവൻ കുറ്റക്കാരനെന്ന് തെളിയട്ടെ. അവന്റെ പ്രാർത്ഥന പാപമായി തീരട്ടെ. അവന്റെ നാളുകൾ ചുരുങ്ങി ഛേദിച്ചു കളയേണ്ടതിന് തന്നെ. എന്തെന്നാൽ അവൻ ദയ കാണിക്കുവാൻ മറന്നു കളഞ്ഞുവല്ലോ. എളിയവനെയും ദരിദ്രനെയും ഹൃദയം പോലെ ശാപം ധരിച്ചു. അത് വെള്ളം പോലെ അവന്റെ ഉള്ളിലും എണ്ണ പോലെ അവന്റെ അസ്ഥികളിലും ചെന്നു. അതവനെ പുതയ്ക്കുവാനുള്ള വസ്ത്രം പോലെയും നിത്യം മലക്കി കെട്ടുന്ന കച്ച പോലെയും ആയിരിക്കട്ടെ. ഇത് എന്റെ എതിരാളികൾക്കും എനിക്കെതിരായി ദോഷം പറയുന്നവർക്കും യഹോവ കൊടുക്കുന്ന പ്രതിഫലമാകുന്നു. നീയോ ദൈവമായ യഹോവേ, നിന്റെ നാമനിമിത്തം എനിക്ക് വേണ്ടി ഇത് ചെയ്യണമേ. ഒരു വെട്ടിക്കിഴിയപ്പോൾ എന്നെ ചാടിക്കുന്നു. എന്റെ മുഴങ്കാലുകൾ ഉപവാസം കൊണ്ട് ഉറയ്ക്കുന്നു. എന്റെ ദേഹം പുഷ്ടിവിട്ട് ക്ഷയിച്ചിരിക്കുന്നു. ഞാൻ അവർക്കൊരു നിന്ദയായി തീർന്നിരിക്കുന്നു. എന്നെ കാണുമ്പോൾ അവർ തല ഉലുക്കുന്നു. എന്റെ ദൈവമായ യഹോവേ, എന്നെ സഹായിക്കണമേ. നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നെ രക്ഷിക്കണമേ. യഹോവേ, ഇത് നിന്റെ കയ്യെന്നും ഇത് ചെയ്തതെന്നും അവർ അറിയണമേ തന്നെ. അവർ ശപിക്കട്ടെ, നീയോ അനുഗ്രഹിക്കണമേ. അവർ എതിർക്കളയും. അവൻ വഴിയരികെയുള്ള തോട്ടിൽ നിന്ന് വിളിക്കും. അതുകൊണ്ട് അവൻ തല ഉയർത്തും. യഹോവയെ സ്തുതിക്കുവീൻ. ഞാൻ നേരുള്ളവരുടെ സംഘത്തിലും സഭയിലും പൂർണ്ണ ഹൃദയത്തോടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും. യഹോവയുടെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു. അവയിൽ ആനന്ദിക്കുന്നവരൊക്കെയും അവയെ അന്വേഷിക്കുന്നു. അവന്റെ പ്രവൃത്തി മഹത്വവും തേജസ്സുമുള്ളതാകുന്നു. അവന്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു. അവൻ തന്റെ ബഹുമാനപ്പെട്ട ജോബാൻ ബ്രഹ്മച്ചൻ ഈ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി ദൈവനാമത്തിൽ നമ്മെ അനുഗ്രഹിക്കുന്നതാണ്. ഈ പ്രിയപ്പെട്ട മാതാവിൻ്റെ രോഗാവസ്ഥയിലും പ്രത്യേകിച്ച് വളരെ ചിന്തിക്കാത്ത സമയത്തുണ്ടായ മരണത്തിലും അനുഭവത്തിലും ഈ കുടുംബത്തോട് ചേർന്ന് നിന്ന് പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു വരുന്ന ഈ ദേശത്തുള്ള പ്രിയപ്പെട്ടവരോട് ദൈവമേ, നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ ശുശ്രൂഷയും പ്രാർത്ഥനയിലേക്കുണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിനക്ക് സ്തുതി. സൃഷ്ടിയാവേ നിനക്ക് സ്തുതി. പാപികളായ അടിയാരോട് കരുണ ചെയ്യണം. നരസിംഹരാജാവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അർപ്പണം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാരോടും ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെ ആ ദുഷ്ടങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മാത്രം എന്നേക്കും നിനക്കുള്ളതാകുന്നു. മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായി നിങ്ങളുടെ കർത്താവേ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമറിയമേ, തമ്പുരാന്റെയമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. സാക്ഷാൽ അവകാശികളും സുതരും ദാസരും അവരല്ലോ. നിൻ കൈകളിൽ നിൻ അവരെ വേഗം സ്വർഗമഹാരാജ്യം അഞ്ചിടാ
ജീവസ്വരമതുണർത്തണമേ രാജാ ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ ഏവർക്കും നൽകുന്നു. എന്റെ ശരീരം ഭക്ഷിച്ച് എന്റെ രക്തം പാനം ചെയ്യുവാൻ പാതാളത്തിൽ എന്നും അവൻ ജീവിപ്പോലമേത്തേക്ക് മരിച്ചതു ഞാൻ എന്നും കാത്ത തന്നരുളിൽ മഹത്വം പരമാധിപതിയെ കർത്താവേ എന്തിനു നിൽക്കുന്നേ ആരെങ്കിൽ വരെ തരുവിൻ പ്രാർത്ഥിച്ചിടുവിൻ സങ്കട കീർത്തനമിൻ പേർക്കായി പാടിടുവിൻ പാതാള കവാടത്തിൽ ബന്ധിച്ചെന്നെ മരണത്തിൻ ലോകം പിറകെ വന്നപ്പോൾ ചുറ്റും പാർത്ത് തുണ ചെയ്യുവാൻ വന്നില്ലാരോ. അന്ത്യശുദ്ധം കൊടുക്കുന്നതായ ആളുകളൊഴികെ മറ്റുള്ളതായ ആളുകൾ വാഹനങ്ങളിലേക്ക് എഴുതുകയാണെങ്കിൽ നമുക്ക് സമയം വൈകിക്കാതെ തന്നെ പോകുവാനായിട്ട് കഴിയുമല്ലോ. അതുകൊണ്ട് ഇവിടെ മുറ്റത്ത് നിൽക്കുന്നതായ ആളുകൾ വാഹനത്തിൽ കയറി സഹകരിക്കണമെന്ന് സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തട്ടെ. വത്സലരെ പഠിച്ചു വീഴ്ത്തിയിരിക്കുന്നു.
വണ്ടിക്കാരൊക്കെ പോട്ടെന്നേ. പ്രാർത്ഥനയോടെ പ്രിയപ്പെട്ടവളെ യാത്രയേൽപ്പാൻ സഹകരിക്കുന്നു. പറക്കുമോർ ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷയും പ്രാർത്ഥനയും കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. കൃഷ്ണാവേ, നിനക്ക് സ്തുതി. പാപികളായവരോട് കരുണ ചെയ്യുന്ന മശിഹ രാജാവേ, നിനക്ക് സ്തുതി. പാർക്കുമോ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള പ്രവൃത്തി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ രാജ്യവും ശക്തിയും മാത്രവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു. മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായുടെ കർത്താവേ ശുശ്രൂഷിക വാഴ്ത്തപ്പെട്ടവനാവുന്നു. ശുദ്ധമുള്ള മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. താൽക്കാലിക ജീവിതത്തിൽ നിന്ന് വേർപെട്ട ലോകത്തിൽ നിന്ന് യാത്രയായിരിക്കുന്ന ഈ ആത്മാവെ പുനരുദ്ധാന ദിവസം വരെ ആശ്വാസവും സന്തോഷവും ആനന്ദവും നിറഞ്ഞ സ്ഥലങ്ങളിലേക്ക് നിന്റെ വിശുദ്ധമാരാകുമാരാൽ നയിക്കപ്പെടുവാനും അവിടെ വെച്ച് മുഖപ്രസന്നതയോടെ നിന്നെ കേൾക്കുവാനും സംഗതിയാക്കണമേ. ആവോദേശം പ്രാർത്ഥന തിരുമുമ്പിൽ ഹല്ലേലൂയ ശ്രദ്ധിച്ചിടും. നേടിയിടുമ്പോൾ തുണയായില്ലെന്നേറ്റങ്ങൾ പൊന്നിനു വിലയിൽ അവിടെങ്ങും അങ്ങീശോയാം ദേവേശ്. വിധിപീഠത്തിലിരിക്കുന്നു ധനികന് പുണ്യമതില്ലെങ്കിൽ ധനമാലംബം നൽകില്ല. ദീനന് ശുദ്ധതയില്ലെങ്കിൽ ദീനതയും തുണയേകിട. സത്തവനെ നരവത്സലനെ അവിടന്നെ തോന്നണമെൻ ആർത്തിച്ചിടുന്നേ. രാജാവിശോകം ക്ലേശം മൃതി ഇവയേശാത്ത ശാശ്വത ജീവസ്ഥാനത്തിൽ പരിശുദ്ധന്മാരോടൊപ്പം ദാസമക്കൾക്ക് ആശ്വാസം. ഗണമാശ്വാസം അപരാധം ഹവ ചെയ്തപ്പോൾ മാനവവംശത്തിൽ മൃതിഭോഗി നാഥ നൽകണമാശ്വാസം. മന്ദിര
പ്രാർത്ഥനയാൽ ഞാൻ നേടും പിൻകൂറി രുളിൻ സംരക്ഷ ബാറക്കുമോ. മുഖം മൂടുന്ന സമയമാണിപ്പോൾ. കൂടെയുള്ള ആനന്ദത്തിലേക്ക് ഇവിടെ ആനയിക്കുകയും ചെയ്യണമേ. സന്തോഷത്തോടും ആനന്ദത്തോടും കൂടി നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധരൂഹായിക്കും സ്തുതി പാടുകയും ചെയ്യുമാറാകണം. പ്രയത്നങ്ങളുള്ള വിശ്രമത്തിലും യുദ്ധങ്ങളിൽ നിന്നുമുള്ള സംരക്ഷണത്തിലും വിശുദ്ധന്മാരോടുകൂടെയുള്ള ആനന്ദത്തിലുമായി പിതാവിന്റെയും പുത്രന്റെയും ജീവനുള്ള പരിശുദ്ധരൂഹായുടെ നാമത്തിൽ നിത്യാജീവന് വേണ്ടി തൈലം ഒഴിക്കപ്പെടുന്നു. മണ്ണിലേക്ക് തന്നെ തിരികെ ചേരും, വീണ്ടും നവീകരിക്കപ്പെടുകയും ചെയ്യുമെന്ന് കർത്താവേ നിന്റെ തിരുവായോട് ചെയ്തത് നിന്റെ ദാസീത നിവർത്തിതമാകുന്നു. മരണത്തിൻ കാറ്റടിയേറ്റൻ ജീവൻ മാഞ്ഞു, നിൻ സത്യാത്മാവെത്തി എനിക്ക് ഉണർവേകട്ടെ. കർത്താവിന്റെ ഭവനത്തിലേക്ക് നാം പോകുന്നു എന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിക്കുന്നു. എന്റെ കാലുകൾ നിന്റെ വാതിലുകളിൽ നിൽക്കുന്നു. കോട്ടയാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന പട്ടണം പോലെ യെരൂശലേം പണിയപ്പെട്ടു. അവിടേക്ക് ഗോത്രങ്ങൾ കർത്താവിന്റെ ഗോത്രങ്ങൾ തന്നെ ഇസ്രായേലിന്റെ സാക്ഷ്യത്തിനായ കർത്താവിന്റെ നാമത്തെ സ്തോത്രം ചെയ്യുവാൻ കയറി. അവിടെ ന്യായാസനങ്ങൾ ദാവീദ് ഗൃഹത്തിലെ ന്യായാസനങ്ങൾ തന്നെ സ്തുതി ചെയ്യുന്നു. യെരൂശലേമിന്റെ വസനം അന്വേഷിപ്പീൻ, നിന്റെ സ്നേഹിതന്മാർ ധൈര്യമായിരിക്കട്ടെ. നിന്റെ ഉത്തരങ്ങളിൽ സമാധാനവും നിന്റെ കൊട്ടാരങ്ങളിൽ സംതൃപ്തിയും ഉണ്ടാകട്ടെ. എന്റെ സഹോദരന്മാരും സ്നേഹിതന്മാരും നിമിത്തം നിന്റെ സമാധാനം ഉണ്ടാകട്ടെ എന്ന് ഞാൻ പറയും. നമ്മുടെ ദൈവമായ കർത്താവിന്റെ ആലയ നിമിത്തം ഞാൻ നിന്റെ നന്മ അന്വേഷിക്കും. ഈ ലോകത്തും മേവുന്നേ ഞാൻ കൃപ തോന്നിടമേ മേലെ എന്നെ മനഞ്ഞ പൂർണ്ണ സ്നേഹാൽ നീ ഉയരേകിൽ പാടാകാശ കന്യകളെ പോൽ ചൂടാഭരണം ദാസിക്ക് ഗണമേ പുണ്യ
വീടിനെ വാഴ്വോർക്കും വീട്ടേൻ ദേവേശായൻ മാർഗത്തെ നീ കൂട്ടായി നിന്നേടേ. ഉയർത്തുന്നതിന്റെ സ്വർഗത്തിലേക്ക് കരയേറി തന്റെ പിതാവിന്റെ ജീവനുള്ളവരെ മനുഷ്യന്മാരും തന്റെ മുഖത്തോടെ ഇനിയും ആയിരിക്കുന്നവരും തന്റെ രാജ്യത്തെ അവസാനത്തിന്റെ വാചനമായ ജീവിക്കുന്നവർക്ക് പിതാവിനും സംസാരിച്ചതുമായ ജീവനും കാതോലികവും സ്നേഹികവുമായ ഇപ്പോൾ മൃതദേഹം കബറടക്കത്തിനായി സംസ്കരിക്കേക്ക് കൊണ്ടുപോവുകയാണ്. മസിഹ നൃപനൻ കാഴ്വേട്ടതിനാൽ സത്യം ഭയമാർ നേടുന്നേ കഠിന ഭയത്താൽ എന്നകതാളിളകിടുന്നു ജഗതിരക്ഷകനാ മസിഹാനൃപനൻ കാൽവേട്ടതിനാൽ പോകുന്നിൻ സങ്കടപൂർവം ഭുവന നിവാസികളെ ശുഭമോട് വാണിടുവേ ലോകമായന്മാർക്കില്ല ഗുണം കാലം മൂലം പോകുന്നേൻ നൽകാൻ എന്റെ കണക്കെല്ലാം സർവരഹസ്യ വിധീശൻ തൻ തിരുസന്നിധിയിൽ വൈരൂപ്യം സുമുഖർ കേടും ഹൃദയേ നീ സ്നേഹിതനോടുമോ ദീപനെ ഖേദിപ്പിക്കും വന്നിനി നിൻ ഭരണം നീക്കി ദുഃഖിതരെ സുപ്രഭയാൽ മോദിപ്പിക്കും നാഥൻ പറക്കുമ്പോൾ മക്കളിൽ അപ്പൻ കൃപ ചെയ്യുന്നതുപോലെ ഹല്ലേലൂയ ഭക്തന്മാരെ ദൈവം കൃപ ചെയ്യും പുല്ലിന് തുല്യം പിന്നൽക്കും ശുഭഹോല ബോല ബ്രോവൽ റൂഹ കാദിശോ മെൻവാലം വാദ മുൽവാലം വൽമീനാമി ശരണ താലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസിയ നിൻ ജീവാശ്രമതനർത്തണമേ കബറിന്നു ധ്യാനത്തിനായി സൗമൻകാലോസ് കുറിയലായിസോൻ ഉയരേകുന്നാൻ രാജാ ഉയരത്തിൽ നിന്നെഴുന്നള്ളേ ജീവൻ മൃതരാ ഏവർക്കും നൽകുന്നു കബറുകളുള്ളിൽ നിന്നവരവർ ഉയരോടെഴുന്നേറ്റു ഉയരേകുന്നിൻ സ്തുതി ചെയ്തിടുന്നു പാർക്കുമോ എന്റെ ശരീരം ഭക്ഷിച്ചെന്റെ രക്തം പാനം ചെയ്യുവാൻ പാതാളത്തിൽ പോകാനായി വിടാൻ ഞാൻ എന്നും അവൻ ജീവിപ്പാൻ അങ്ങേ
നിലത്തിട്ട് മരിച്ചതു ഞാൻ എന്നും കർത്താവ് തന്നരുളിന്ന് മഹത്വം മുറിയാറാഹെ മേലു ആധാരെ മരമാതിനുയരെ കർത്താവേ. നാളെ രാവിലെ 6 മണിക്ക് പ്രഭാത നമസ്കാരം, 6:30 മണിക്ക് വിശുദ്ധ കുർബാന. നാളെ രാവിലെ 3-ാം ദിവസത്തെ വിശുദ്ധ കുർബാന രാവിലെ 6:30 മണിക്കാണ്. 6 മണിക്ക് നമസ്കാരം. കുടുംബാംഗങ്ങള്, അടുത്ത ബന്ധുക്കളൊക്കെ വന്ന് സംബന്ധിപ്പാനായിട്ട് പ്രാർത്ഥിച്ചൊരുങ്ങണം. ഇന്ന് സന്ധ്യാ നമസ്കാരം വൈകുന്നേരം 6:30 മണിക്ക് ഭവനത്തിലുണ്ടാവും. പ്രിയപ്പെട്ടവര് അതിലും ഒരുങ്ങുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരിക്കൽ കൂടെ പ്രിയപ്പെട്ട ഈ മാതാവിന്റെ നിര്യാണ വാർത്ത അറിഞ്ഞ സമയം മുതൽ ചേർന്ന് നിന്ന് ആശ്വസിപ്പിക്കുകയും ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യുകയും ചെയ്ത ആ ദേശത്തുള്ള പ്രിയപ്പെട്ടവരോട്, കുടുംബാംഗങ്ങളോട്, അവരുടെ ഇടവകയായ സെന്റ് ജോൺസ് യാക്കോബായ സുറിയാനി പള്ളി ഇടവകയിലെ പ്രിയപ്പെട്ടവരോട്, ഈ നിര്യാണ വാർത്ത അറിഞ്ഞ് കടന്നു വന്ന് പ്രാർത്ഥിച്ച കോട്ടമല, കോഴിച്ചാല്, മഞ്ഞക്കാട് പള്ളികളിലെ അനുഗ്രഹീത വികാരി അച്ഛന്മാരോട്, ഇടവക്കാരോടൊക്കെയുള്ള കുടുംബത്തിന്റെ ഇടവകയുടെയും സ്നേഹവും ആദരവും അറിയിക്കുന്നു. സർവശക്തനായ ദൈവം നിത്യതയുടെ തുറമുഖത്ത് എന്റെ വിശുദ്ധരോടൊത്ത് വസിപ്പാനൊക്കെ വണ്ണം ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരുണ എല്ലാവർക്കും ഉണ്ടാകട്ടെ. ഈ മരണാനന്തര ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാവർക്കും ഒരു കുടിപ്പാനായിട്ട് കാപ്പിയുടെ ക്രമീകരണം കുടുംബത്തിൽ നിന്ന് ചെയ്തിട്ടുണ്ട്. അതിലെല്ലാവരും ഭാഗവാക്കാവുകയും ഒരിക്കൽ കൂടെ എല്ലാവരും പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഇപ്പോഴേ ലൈനായിട്ട് വന്ന് കുന്തിരിക്കും കല്ലറയില് ആദരവോടെ ഇടണം. വലിച്ചെറിയാൻ ആരും വരരുത്. അടുത്ത് വന്ന് ആദരവോടെ കല്ലറയിലിട്ട് ആദരവ് പ്രകടിപ്പിച്ച് കൈമത്തി പോകാവുന്നതാണ്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ ചുറ്റി വരണം. അങ്ങനെ ആ നിലയിൽ വരണം. ആ സൈഡിൽ അച്ഛൻ നിന്ന് കൈമുത്തിക്കും. ആദരവോട് മാത്രം കുന്തിരിക്ക് വിടണം. വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു, വലിച്ചെറിയരുത്. ആദരവോടെ വൺ സൈഡായിട്ട് വന്ന് അതിലേക്ക് പോകാനായിട്ട് ശ്രമിക്കും. കർത്താവും നിത്യദൈവമേ, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. കർത്താവേ, നിന്റെ കൃപയാലും മഹാകരുണയാലും ഞങ്ങളുടെ പ്രാർത്ഥനയെ കേൾക്കണമേ. ഞങ്ങളുടെ ശുശ്രൂഷകളെ അംഗീകരിക്കണമേ. ഞങ്ങളുടെ സഹായത്തിന് വന്ന് ഞങ്ങളുടെ മരിച്ചവർക്ക് പാപപരിഹാരം നൽകണമേ. സത്യവിശ്വാസത്തോടെ നിന്നിലുള്ള ശരണത്തിൽ നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ ദാസിക്ക് പാപപരിഹാരം നൽകുകയും ചെയ്യണമേ. ഇന്നേ ദിവസം സത്യവിശ്വാസത്തോടും ദൈവികമായ യോഗ്യതയോടും കൂടെ ക്രിസ്ത്യാനിക്ക് ഉചിതമായ നിലയിൽ നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ മെസ്സിഹായുടെ വൃത്തിയെ ദൈവം തന്റെ നിർമ്മലമായ തൃക്കൈകളിൽ അംഗീകരിക്കുവാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും കൂടി അവിടുത്തെ കരുണയോട് പ്രാർത്ഥിക്കാം.